ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ സ്വന്തം ഡ്രാഗൺ NTRൻ്റെ ഒരു പുതിയ മൂവിയാണ്. അതിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രശാന്ത് നീലാണ്. നമുക്കൊക്കെ അറിയാവുന്ന ആളാണ്. അതിഗംഭീരമായിട്ടുള്ള KGF-ഉം സലാറും പിന്നെ ഉഗ്രം പറഞ്ഞൊരു സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഫേമസ് ആയത് ശരിക്കും പറഞ്ഞ KGF-ലൂടെയാണ്. അദ്ദേഹത്തിന് ശരിക്കും വേൾഡ് വൈഡ് അറിയപ്പെടുന്നൊരു ഡയറക്ടർ, അല്ലെങ്കിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം ക്രാഫ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ഒരിക്കലും ഇന്ത്യൻ സിനിമ ഇതുവരെ അനുഭവിക്കാത്തൊരു ഫീലും ആ ഒരു കാഴ്ചയൊക്കെ ആയിരുന്നു. അത് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ദ ഡ്രാഗൺ NTR-ഉമായിട്ട് വരുന്നൊരു സിനിമ. പക്ഷേ എനിക്ക് ഈ ട്രെയിലറിൻ്റെ ഇതിൽ ആ ഗ്ലിംസ് കണ്ടപ്പം ഭയങ്കര രസമായി തോന്നി. പക്ഷേ എനിക്ക് ഒറ്റ പോരായ്മ തോന്നിയത് ആ ഒരു നായകൻ ആ ഒരു പറയുന്ന ഹൈപ്പിനോട് പറയുന്ന ഇതിലേക്ക് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സലാറിൽ കൊടുത്ത ആ ഒരു ക്യാരക്ടറിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ പ്രഭാസിനെ, ശരിക്കും പ്രഭാസ് തന്നെ ഇതിലും പ്രഭാസാണ് നായകനെങ്കിൽ ആ പറയുന്ന കാഴ്ചയും ആ പറയുന്നൊരു വ്യൂവും ഈ ഗ്ലിംസിൽ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ ഒന്ന് പ്രഭാസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു തോന്നിപ്പോയി. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചയും കുറേ ഒരു ഓവർ ഹൈപ്പൊക്കെ കാണിക്കേണ്ട ഒരു സംഭവമായിരുന്നത്. പക്ഷേ പ്രഭാസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായി, അടിപൊളിയാണ്. കാരണം ഈ NTR പറഞ്ഞ ആൾക്ക് അത്ര വലിയ ആക്ടിങ് സ്കില്ലൊന്നും ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറേ മൂവികൾ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഒരു വലിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. ഇമോഷൻ ആണെങ്കിലും ഒരേപോലെ തന്നെ, എല്ലാം ആസ് യൂഷ്വൽ പോലെ തന്നെ. അദ്ദേഹത്തിന് വലിയ രൂപം മാത്രം മാറി താടി മാറ്റി അങ്ങനെ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. അല്ലാതെ വല്ലാത്തതൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ബാക്കിയുള്ള ഒരു അടിപൊളിയായിട്ട് നമ്മുടെ ബിജും ഒക്കെ ഉണ്ട്, നമ്മുടെ മലയാളത്തിൽ ബിജു ഒക്കെ ഉണ്ട്. അങ്ങനെ ബാക്കി പിന്നെ കുറേ അധികം വലിയ വലിയ ആക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലൊക്കെ കാണാൻ പറ്റുമെങ്കിലും എനിക്ക് NTR ഇതിലൊരു വലിയൊരു റോങ് കാസ്റ്റിംഗ് ആയി പോയെന്ന് തോന്നിപ്പോയി. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പടം ഒന്നാമത് അദ്ദേഹത്തിനും ഈ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഈ അറുത്തെട്ട് കുത്തിയ പോലും എക്സ്പ്രഷൻ വലിയവരല്ല, ആ ഒരു ലെവലിലാണ്. പക്ഷേ തെലുങ്കന്മാർ ചിലപ്പോൾ കൊട്ടി ആഘോഷിച്ചൊക്കെ വരും. കാരണം അവർക്ക് അതൊക്കെ തന്നെ ചെയ്യുള്ളൂ, നല്ല സിനിമയൊന്നും കാണാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെയും അതല്ലാതെ പിന്നെ ആരാ കുറച്ചുകൂടി ബെറ്റർ എന്നെങ്കിൽ ചിലപ്പോൾ രാം ചരൺ ആണെങ്കിലും കുറച്ച് ബെസ്റ്റ് ആയിട്ടുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെയും കുറച്ചുകൂടി അടിപൊളി അഭിനയിക്കാൻ നല്ലൊരു വ്യക്തിയാണ്. ഒരു ആൾ കുറേ എന്താണ് പടക്കംപടങ്ങൾ ചെയ്തെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കുന്ന വ്യക്തിയും കൂടിയാണ് രാം ചരൺ. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആണെങ്കിലും പോലും അദ്ദേഹം, പക്ഷേ തൊമ്മലിൽ ബെറ്റർ ഇല്ല. അങ്ങനെ ഒരു രണ്ടുപേർ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ രാം ചരണായിട്ട് വരും. NTR അത്ര ബെസ്റ്റാണ്. പക്ഷേ ഇവർ രണ്ടും വേണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് നേരെ പ്രഭാസിലേക്ക് പോകാം. പ്രഭാസിന് ഒന്നുകൂടി ബെസ്റ്റായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ പിന്നെ KGF നമ്മുടെ യാഷിനൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യാഷ് വന്നാൽ പിന്നെ ആറ്റിറ്റ്യൂഡും ആംബിയൻസൊക്കെ മൊത്തം മാറും, പടം ഒരു വേറെ ലെവലിൽ പോകും. പക്ഷെ അതങ്ങനെ വരാതിരിക്കുമ്പോൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇതിലെനിക്ക് ഈ NTR-ന് ഒട്ടും കൊള്ളില്ല ഈ റോളെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ വ്യൂ കേട്ടോ. എനിക്ക് ആദ്യം ആ പറയുന്ന ആ ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും വരുന്നൊരു ആ ഒരു ലേഡീൻ്റെ ഒരു നറേഷനിലൂടെ വരുന്ന ആ ഒരു സംഭവം അത് ഗംഭീരമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ വന്ന ഓരോ സീൻസും അതിലും ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോന്നും നമുക്ക് കുറച്ചൊരു ക്രേസി സ്റ്റൈൽ ലെവലിൽ കാണിച്ചു. അതിൻ്റെ വ്യൂ ആണെങ്കിലും അതിൻ്റെ ആ ഒരു പറയുന്ന രീതിയൊക്കെ ആണെങ്കിലും. പക്ഷേ ഇദ്ദേഹത്തിന് കാണിച്ച ആ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു ഇത്രയും ഹൈപ്പ് അടിച്ചൊക്കെ വെറുതെ ആയിപ്പോയതായി. അതിനനുസരിച്ചൊരു ശരീരവും അതിനനുസരിച്ചുള്ളൊരു എക്സ്പ്രഷൻ, അതിനനുസരിച്ചുള്ള ഗംഭീരം, ഒരു കരിഷ്മൊക്കെ വേണമല്ലോ. അതൊന്നും ഇങ്ങേരിക്കില്ല. വെറുതെ ചുമ്മാ തുള്ളിക്കൊണ്ട് നടക്കുന്ന സിനിമയൊക്കെ എടുക്കുന്ന ആൾക്ക് ബെസ്റ്റ്. പക്ഷേ എനിക്ക് ഫീലായില്ല. കാരണം പ്രശാന്തിൻ്റെ ഏറ്റവും വലിയൊരു റോങ് കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇദ്ദേഹം അതുവരെ ചെയ്ത സിനിമയിൽ ഒരു റോങ് കാസ്റ്റ് തോന്നിയത് നമ്മുടെ ഇതിലായിരുന്നു, സലാറിൽ പൃഥ്വിരാജ് ചെയ്തതാണ് ഏറ്റവും വലിയ റോങ് കാസ്റ്റ് ചെയ്തത്. ആ പടത്തിൽ ഏറ്റവും മോശം റോള് എനിക്ക് അങ്ങേര് എല്ലായിരുന്നു. വേറെ ആരെയാണെങ്കിൽ പടം ഒന്നുകൂടി ബെസ്റ്റായി പോലെ തോന്നി എനിക്ക്. പൃഥ്വിരാജും ഒക്കെ കണക്ക് തന്നെയാണ്. പക്ഷേ ഇത് വളരെ മോശമായി പോയി തോന്നി. പക്ഷേ എന്നാലും പ്രശാന്ത് നീൽ എന്ന രീതിയിൽ എല്ലാവരും സിനിമ കാണുമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. ഞാനിപ്പോൾ സിനിമ കാണാൻ പ്രശാന്ത് നീലിന് വേണ്ടി കാണും. പക്ഷേ എന്താ പറഞ്ഞാൽ ഈ NTR-ൻ്റെ സീൻ വരുമ്പോൾ കണ്ണടച്ചിരിക്കണം, അതാണ് അവസ്ഥ തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് വലിയ കോതൊന്നും ഉണ്ടായിരുന്നത്. NTR വലിയ രസമില്ലാത്ത പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഒക്കെ ഏതെടുത്താലും. ഇപ്പോൾ നമ്മുടെ അവസാനം വരെ വന്നിട്ടുള്ള മറ്റേ രാജമൗലി സാറിൻ്റെ പടമാണെങ്കിലും അതിൽ ഏറ്റവും സ്കോർ ചെയ്യുന്നത് രാം ചരണാണ്. പക്ഷേ ഇദ്ദേഹത്തിന് എല്ലാം ഒരേപോലെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ആക്ടർ എന്ന രീതിയിൽ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ആക്ടറാണ് ഈ NTR എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സണലി എനിക്കൊരു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കാണണമെന്നോ ഇന്ന കാണുന്ന സിനിമ കാണണമെന്നൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ജനതാ ഗ്യാരേജെല്ലാം കണ്ടിട്ട്
ഒരു ചിരി വന്ന പോലെ. കാരണം നമ്മുടെ സ്വന്തം മോഹൻലാലൊക്കെ പോയി അഭിനയിച്ച് തീർത്ത് നിൽക്കുമ്പം ഒരു ഇമോഷണൽ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സീനായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നോ, കണ്ട് ചിരി വന്നില്ലാണ്ട് വേറെ മതി. അയാൾ കരയുക ചെയ്യുന്നു, പക്ഷെ നമുക്ക് കാണുമ്പോൾ ചിരി വരും. അത്രയും ആർട്ടിഫിഷ്യാലിറ്റിയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഡ്രാഗൺ പോലെ അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ സിനിമ കൊണ്ടുവന്നറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ പ്രൊഡ്യൂസേഴ്സിൻ്റെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തെലുങ്കിലാണല്ലോ, മൈത്രി ഫിലിംസ് തെലുങ്കെന്നാണ് വിശ്വസിക്കുന്നത്, അവിടെ നിന്നായിരിക്കും. അപ്പോൾ അവിടെ ചോയ്സൊക്കെ ആയിരിക്കും. എന്തായാലും പ്രശാന്ത് സിനിമയാണ് നല്ലതായിരിക്കും, കാരണം അതിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ റോങ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് എനിക്ക് മനസ്സിലായത് ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ സെറ്റപ്പായിട്ട് സിനിമയ്ക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിനിമ എപ്പോഴും പ്രശാന്തിൻ്റെ ഒരു ക്രാഫ്റ്റ്, എപ്പോഴും മനോഹരമായ കാഴ്ചകൾ, മനോഹരമായ ഒരു സ്റ്റോറി ടെല്ലിങ്ങൊക്കെ ആയിട്ട് നമ്മൾ വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം അതിൽ യാതൊരു സംശയമില്ല. കാരണം പ്രശാന്തിൻ്റെ ക്രാഫ്റ്റിംഗ് അങ്ങനെയാണ്. ഒരു ഫിലിം ടെല്ലിങ് സ്റ്റോറി ആണെങ്കിലും അതിലേക്ക് വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ കളർ ടോൺ ആണെങ്കിലും അതിൽ തന്നെ ഒരു വ്യത്യസ്തമായ കളർ ടോണിലേക്ക് കൊണ്ട് പഴയ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോളിവുഡ് സിനിമയിലെ കാണുന്നൊരു കളർ ടോണില്ല, അതായിരിക്കും മാക്സി ഇദ്ദേഹം അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലിംസിൽ മൊത്തം അങ്ങനത്തെയുള്ള ഒരു കളർ ടോൺ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പക്ഷേ ചെറിയൊരു ഡാർക്ക്നെസ് മാറ്റിയിട്ട് വേറൊരു ഒരു റെഡിഷും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിന് കൊള്ളാം. പക്ഷേ കളർ ടോണിലൊന്നും വലിയ വ്യത്യാസം വരില്ല. പക്ഷേ എന്നാലും ഇദ്ദേഹം സ്റ്റോറി പറയുന്ന രീതിയും നല്ല, അതിൻ്റെ ഒരു ഹൈപ്പും അതിൻ്റെ ഒരു പഞ്ചും അതിൻ്റെ ഒരു ഇൻട്രോവൽ ബ്ലോക്കൊക്കെ അടിപൊളിയായിരിക്കും. കാരണം അത് പ്രശാന്തിൻ്റെ ഒരു പ്രത്യേകത ഒരു വേ ഓഫ് സ്റ്റൈലാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത് ഇപ്പോൾ സിനിമ ചെറുതായിട്ട് ഫ്ലോപ്പായി പോയി എന്ന് പറയാൻ പറ്റുന്ന രീതി ഒന്ന് ഫ്ലോപ്പാണോ എന്ന് എനിക്കറിയാം. എനിക്ക് ഫ്ലോപ്പായിട്ട് തോന്നിയത് നമ്മുടെ സലാറ് ചെറിയൊരു ഫ്ലോപ്പായി പോലെ തോന്നി. പക്ഷേ അതിൻ്റെ പകരം പ്രഭാസിന് ഈ സിനിമയിലായിരുന്നെങ്കിൽ ഒരു അടിപൊളി സംഭവം തന്നെ. കാരണം അത്രമാത്രം ഉണ്ട് ഈ സാധനത്തിനെ ഒരു ഹൈപ്പിലടിച്ചൊരു നായകനെ കാണിക്കാനും അത്രയും വലിയൊരു കരിഷ്മ കാണിച്ചുള്ള നായകനാണെങ്കിൽ സെറ്റപ്പായിട്ടുണ്ടാവും. പക്ഷെ എന്തോ എൻ്റെതായ കാരണം റോങ് എനിക്ക് ഫീലായി. അപ്പോൾ നിങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടാവും തോന്നില്ല. കാരണം പടം എന്തായാലും ഹിറ്റാവാതിരിക്കാൻ വഴിയില്ല. കാരണം അതിൽ നമ്മൾ സിനിമ ആക്ടേഴ്സിനെ കാണുന്ന കാലമൊക്കെ മാറി, ഇപ്പോൾ ഡയറക്ടേഴ്സിനെ കാണുന്ന അങ്ങനെ സിനിമ എഴുതി. പിന്നെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രശാന്തിൻ്റെ സിനിമയെ കൊണ്ട് തന്നെ അതുവരെ ഗംഭീരമായിട്ടുള്ള സിനിമ ക്രാഫ്റ്റിംഗ് ആയിരിക്കും വിശ്വസിക്കുന്നത്. കാരണം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. എന്നാലും ഒരു ഡ്രോങ് ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഈ ഒരു നായകൻ്റെ സെലക്ഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഗൈസ്, സിനിമ എന്തായാലും വരട്ടെ, വന്ന് അടിപൊളിയായിട്ട് നമ്മളെയൊക്കെ ഒന്ന് വിസ്മയിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വിസ്മയിപ്പിക്കാതിരിക്കാൻ ഒരു കാരണമില്ല. കാരണം അത് ഡയറക്ടർ നല്ല അടിപൊളി ഡയറക്ടറായ കാരണം പടം ഒരു ഹിറ്റായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഇദ്ദേഹത്തിനെ ദഹിക്കുമില്ല എന്നുള്ള കാര്യം അവരവൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും പടം വരട്ടെ, ഈ പടം കണ്ട് എല്ലാവരും അതിഗംഭീരമായിട്ട് നല്ല നല്ല റിപ്പോർട്ടുകൾ വരട്ടെ. എന്തായാലും സിനിമ വിജയിക്കട്ടെ അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു നായകൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നായകൻ്റെ രൂപം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രശാന്തിനെ മറക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ബിഗ് ഫാനാണ് ഞാൻ. അപ്പോൾ എന്തായാലും അദ്ദേഹം സിനിമ എന്തും നമ്മൾ കാണും. അതിപ്പോൾ നായകന് വേണ്ടിയൊക്കെ കുറച്ച് നമ്മൾ ത്യാഗമൊക്കെ സഹിക്കാം. എന്തായാലും പടം നല്ലൊരു ഇതാവട്ടെ. എന്തായാലും വരട്ടെ ഈ സിനിമ. എന്തായാലും എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സിനിമ കുറച്ച് ഗ്ലിംസൊക്കെ അയച്ചിരിക്കുന്നത്. എന്തായാലും നന്നായി, നല്ല ഒരു ക്രാഫ്റ്റിംഗ് തോന്നി. എന്തായാലും പടം വിജയിക്കട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയൊരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങളൊരു ഷെയർ ചെയ്തേക്കും. ഓക്കെ, ബൈ, സി യു. എല്ലാവരും ടേക്ക് കെയർ കേട്ടോ. നല്ലൊരു ഹെൽത്തും വെൽത്തൊക്കെ നോക്കിയിരിക്കുക. ബൈ, സി യു.